ആപ്പിൾ. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ അക്ഷരങ്ങൾ പഠിക്കുകയാണ്. അക്ഷരങ്ങൾ വായിച്ചു പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താ? വേണ്ട, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഈ സമയം നീ വല്ല പാടത്ത് പോയി പണി ചെയ്യാൻ നോക്ക്. നിന്റെ ഒരു വായന. പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റ്. എനിക്കാണോ? നിങ്ങളുടെ പേരെന്താ? നീ ഇപ്പോൾ എന്തിനാ എൻ്റെ പേരറിയുന്നത്? ഒരു കത്തുണ്ട്, അത് നിങ്ങൾക്കാണോന്നറിയാനാ. എന്നാൽ പിന്നെ അതാദ്യം പറഞ്ഞുകൂടെ? എൻ്റെ പേര് രാമു. എന്നാൽ ഇത് നിങ്ങൾക്കുള്ള കത്ത് തന്നെ. ഇവിടെ ഒരു ഒപ്പിടൂ. അത് ശരി, ഒപ്പിടാനൊന്നും അറിയില്ലല്ലേ? എന്നാൽ ശരി, വിരലടയാളം വയ്ക്കാം. ഇതിലെന്തായിരിക്കും? എനിക്കാണെങ്കിൽ വായിക്കാനും അറിയില്ല. ഇതിലെ വിവരം ഇപ്പോൾ ഞാൻ എങ്ങനെ അറിയാനാ? ഞാനിപ്പോൾ ആരാടോ ഒന്ന് ചോദിക്കുക. മോളെ, ഇതൊന്ന് വായിച്ചു തരുമോ? നോക്കട്ടെ. എനിക്കിതിപ്പോൾ വായിക്കാനൊന്നും നേരമില്ല. അല്ലെങ്കിലും എനിക്ക് പകൽ വ്യക്തമായൊന്നും കാണാനും പറ്റില്ല. ഞാൻ വേണമെങ്കിൽ വൈകുന്നേരം വന്ന് വായിച്ചു തരാം. ബാബു, ഇതൊന്ന് വായിച്ചു തരൂ. നീ എന്തായി നോക്കുന്നത്? അതൊന്ന് വായിക്കോ നീ. ഇത് വായിക്കാനുള്ള എന്തെങ്കിലും സിഗ്നൽ വരുന്നുണ്ടോ നോക്കുക. ഇതിൽ ഒരു സിഗ്നലും ഇല്ല. ഇങ്ങോട്ട് തന്നെ. ഇത് വായിക്കാനും അറിയില്ല. അറിയില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ? സിഗ്നലാണ് പോലും, സിഗ്നൽ. ദൈവമേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തത് ഇയാളോട് എങ്ങനെയാ പറയാ? തൻവി, നിനക്കും ഇതിൽ എഴുതിയിട്ടുള്ളത് പറഞ്ഞു തരാൻ അറിയില്ലേ? ഇപ്പോൾ ഞാൻ ആരോടോ ഒന്ന് ചോദിക്കുക. ഇതെന്താണച്ചാ? ഞാനൊന്ന് നോക്കട്ടെ. ഇന്നാ നോക്ക്. എന്താ അതിലുള്ളത്? നിനക്ക് വായിക്കാനും എഴുതാനും വല്ലതും അറിയോ? എനിക്ക് വായിക്കാനൊക്കെ അറിയാം. അച്ഛനറിയാതെ ഞാൻ പഠിക്കാറുണ്ടായിരുന്നു. അച്ഛനൊരു കാർഷിക ലോൺ ശരിയായിട്ടുണ്ട് എന്ന് കാണിക്കുന്ന കത്താണിത്. ഒന്ന് പോടോ. വായിക്കാനും അറിയില്ല, എന്നിട്ട് ഓരോ കാരണങ്ങളും പറഞ്ഞ് നിൽക്കുക. നീ എന്നോട് ക്ഷമിക്ക്. ഇനി ഒരിക്കലും അച്ഛൻ പഠിക്കരുതെന്ന് പറയില്ല. വായിക്കാൻ അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. നീയെങ്കിലും മക്കളെ നന്നായി പഠിപ്പിക്കേ. വിദ്യാഭ്യാസത്തിൻ്റെ വില ഇപ്പോൾ മനസ്സിലായില്ലേ? അതെ, എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പഠിക്കരുതെന്ന് പറയില്ല. മക്കളെ, വരൂ. വിദ്യയാണ് സമ്പത്ത്, വിദ്യയാണ് മഹാധനം.